Good afternoon to all. ഇന്ന് ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ. സെന്റ് പീറ്റേഴ്സ് കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വെബിനാറിന്റെ വിഷയം റിലവൻസ് ഓഫ് സസ്റ്റൈനബിൾ ഫുഡ് ഇൻ കോവിഡ് ടൈംസ്. ഇപ്പോഴത്തെ COVID-19 ഈ സാഹചര്യത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം വളരെയേറെയാണ്. നാം കഴിക്കുന്ന ആഹാരം എങ്ങനെയുള്ളതായിരിക്കണമെന്നും അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ ഭക്ഷ്യഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് ഇന്നത്തെ വെബിനാറിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്നത്തെ വെബിനാറിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ഷാജു വർഗീസ് ആണ്. കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന സാറിനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വെബിനാറിൽ നമ്മളോട് സംസാരിക്കുന്നത് മിസ്സിസ് നവോമി ജോർജ് ആണ്. നവോമി ജോർജ് റിസർച്ച് അസോസിയേറ്റായി അലൈനില് യുണൈറ്റഡ് എമിറേറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. She did her bachelor's degree in agriculture from Kerala Agriculture University and her master's in food technology from CFTRI Mysore. That is one of the pioneer institute in the country. She was a scholarship student during both bachelor's and master's program and is a recipient of Missionary Scholarship Award during master's. She has engaged in research collaboration at the Swedish University of Agricultural Sciences, published original articles in international journals and presented in conferences. ഈ വെബിനാറിലേക്ക് വളരെ സ്നേഹത്തോടെ മിസസ് നവോമി ജോർജിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും, സ്റ്റുഡൻസും ടീച്ചേഴ്സ് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ പ്രിൻസിപ്പൽ ഷാജു വർഗീസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. വിശേഷിച്ച് ഈ വെബിനാർ ഓർഗനൈസ് ചെയ്ത ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് കോർഡിനേറ്റർ ഡോക്ടർ സിന്ധു എന്നിനെ അഭിനന്ദിക്കുന്നു. ഇന്ന് വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നത് മിസ്സിസ് നവോമി ജോർജ് ആണ്. UAE റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ പ്രഗത്ഭയായ ഒരാൾ വേൾഡ് ഫുഡ് ഡേയിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നു എന്നത് അഭിമാനകരമായ ഒന്നാണ്. ഇദ്ദേഹത്തെ നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് കിട്ടിയതിൽ വിദ്യാർത്ഥികൾക്ക് വലിയ ഒരു ഭാഗ്യമായി നമ്മൾക്ക് കണക്കാക്കാവുന്നതാണ്. ഏതായാലും വേൾഡ് ഹാസ് ടു ടൈപ്പ് ഓഫ് പീപ്പിൾ ആഫ്റ്റർ കോവിഡ് or during the period of COVID. That is, one is excess food in one side, another is very less food in one side. Poverty is in one side, richness in another side. Food waste, നമ്മുടെ എക്സസ് വേസ്റ്റുകൾ ഉണ്ടായിട്ട് റോഡിന്റെ സൈഡിലൂടെ എറിഞ്ഞു കളയുകയും മറ്റൊരിടത്ത് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു ജനസമൂഹം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ അധിക ഭക്ഷണം കഴിക്കുന്നു എന്നതുകൊണ്ട് തന്നെ രോഗമുണ്ടാകുന്നവരുടെ ഒരു നിരയും, കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് കാരണം കൊണ്ട് രോഗമുണ്ടാകുന്നവരുടെ ഒരു നിരയും ഒരേപോലെ ലോകത്തുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യം. അധികം ഭക്ഷണം കഴിക്കുന്നു, അധികം പ്രോട്ടീൻ ചെല്ലുന്നു, അധികം വൈറ്റമിൻ ചെല്ലുന്നു, അധികം ഫാറ്റ് ചെല്ലുന്നു, അതിനാൽ രോഗമുണ്ടാകുന്ന ഒരു വിഭാഗം. മറ്റൊന്ന്, അല്പം വൈറ്റമിൻ പോലും കിട്ടുന്നില്ല, അല്പം പ്രോട്ടീൻ പോലും കിട്ടുന്നില്ല,
ഇങ്ങനെ വരുന്ന ഒരു ജനവിഭാഗം സത്യത്തിൽ വേൾഡ് ഫുഡ് ഡേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ദിവസമാണ്. ഫുഡിൽ റിസർച്ച് ചെയ്യുകയും വളരെ മിടുക്കിയായ മിടുക്കുള്ള ഒരു ബയോഡേറ്റ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളോട് സംസാരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയും ഒപ്പം ഏതെല്ലാം ഫുഡ് കണ്ടന്റ് എങ്ങനെയെല്ലാമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അധികമായാൽ അമൃതും വിഷം എന്നുള്ളതുപോലെ എങ്ങനെ അത് ബാലൻസ് ചെയ്ത് നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റും, especially in the time of this COVID period, how we can achieve a good health through correct and what we can say proper balanced healthy diet. Thank you. Welcome Navomy George once again to St. Peter's College, and congratulations to the participants also. Thank you very much. All the best. Thank you, sir. ഇന്നത്തെ വെബിനാറിൽ വിഷയം അവതരിപ്പിക്കുന്നതിനായി വളരെ സ്നേഹത്തോടെ മിസസ് നവോമി ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you so much, Dr. Sindhu, for inviting me, and thank you very much, Dr. Shaju sir, for the enlightening short speech. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ കിട്ടിയത്, it's my greatest pleasure as a food science aspirant, as a person who is working in this field. എനിക്ക് വളരെ ചാരിതാർത്ഥ്യം തരുന്ന ഒരു കാര്യമാണ് ഇന്ന് ഒരു അല്പസമയം ഇത്രയും നല്ല സയന്റിഫിക് ഔട്ട്ലുക്ക് ഉള്ള സ്റ്റുഡൻസിന്റെ അടുത്തും അതുപോലെ ഇത്ര ഉന്നതരായ ടീച്ചേഴ്സിന്റെയും കൂടെ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുക എന്നുള്ളത്. സോ അധിക സമയം കളയാണ്ട് I will go straight to our discussion. I will start my presentation here. We will go through all those topics that have been touched by Dr. Shaju sir. ഇന്ന് in the World Food Day 2020, and we'll be talking on the relevance of sustainable food in COVID times. ഞാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യൂണിവേഴ്സിറ്റി UAE ഫെഡറൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള UAE യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ഹെൽത്ത് ന്യൂട്രീഷനിൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും അതേസമയം PhD സ്കോളറായിട്ട് എന്റെ PhD ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. Currently I am working with dietary fiber analysis and characterization, utilization of agricultural waste for food purpose, lignin, silica, the dietary fiber components, പിന്നെ കുറച്ച് സെൻസറി ഇവാലുവേഷൻ പാനൽ ട്രെയിനിങ് ആയിട്ട് പോകുന്നു. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് some of the important points have been highlighted here. This is a joint publication from the UNICEF, WHO, World Food Program, Food and Agriculture Organization of the United Nations, and International Fund for Agriculture Development. ഇവരെല്ലാവരും കൂടെ ചേർന്ന് പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ടിലെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദിസ് സെനാരിയോ ഓഫ് പാൻഡമിക്. ഒന്ന്, നമ്മളിപ്പോൾ കേട്ടതുപോലെ ദർ ഇസ് എ ഗ്ലോബൽ മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വശമുണ്ട് അതിന്. ഒന്ന്, അണ്ടർ നറിഷ്മെന്റ്, ആവശ്യമുള്ള ന്യൂട്രീഷൻ കിട്ടാതിരിക്കുക. രണ്ട്, ഓവർ നറിഷ്ഡ് ആയിട്ടുള്ള ഓവർ വെയ്റ്റ്, ഒബീസിറ്റി പോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റേജ് ഇസ് വൺ ഓഫ് ദ മേജർ കൺസേൺ ദീസ് ഡേയ്സ്. ഒരു സ്റ്റഡി ഉണ്ട്, അതായത് നമ്മൾ ഈ ഒരു വർഷം വേസ്റ്റ് ചെയ്യുന്ന ഫുഡ് ഉണ്ടെങ്കിൽ ഒരു വർഷം ലോകത്ത് വിശന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും പോഷിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഫുഡുണ്ട്. ആൻഡ് ദ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഓഫ് ദ മോസ്റ്റ് വൾണറബിൾ പോപ്പുലേഷൻസ്, ഏറ്റവും അപകടസ്ഥിതിയിലായിരിക്കുന്ന, ന്യൂട്രീഷണലി അപകടസ്ഥിതിയിലായിരിക്കുന്ന പോപ്പുലേഷനെയാണ് ഈ COVID-19 സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് കൂടുതൽ അഫക്ട് ചെയ്യാൻ ഇടയുള്ളത്. അടുത്തത് ഫുഡ് ഇൻസെക്യൂരിറ്റി ആണ്. ഫുഡ് ഇൻസെക്യൂരിറ്റി എന്താണെന്ന് നമ്മൾ വരുന്നുണ്ട് സ്ലൈഡിൽ. ഫുഡ് ഇൻസെക്യൂരിറ്റി തന്നെ തൽക്കാലം ഫുഡ് കിട്ടുക എന്ന് മാത്രമല്ല, ഒരു ഇയർ റൗണ്ട്, ഒരു വർഷം മുഴുവൻ എല്ലാവർക്കും ആവശ്യത്തിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ലഭിക്കുക എന്നുള്ളതും, അതുകൊണ്ട് മാത്രമല്ല വരും കാലങ്ങളിലേക്കും കൂടെ ഫുഡ് ഉണ്ടാവുക എന്ന് ഉറപ്പുവരുത്തുന്നതുമാണ് ഫുഡ് സെക്യൂരിറ്റിയുടെ അർത്ഥം. അതുകൊണ്ടാണ് ഫുഡ് ഇൻസെക്യൂരിറ്റി ഒരു പ്രോബ്ലം ആയിരിക്കുന്നത്. നമ്മൾക്ക് ഇപ്പോൾ കഴിച്ചാൽ പോരാ, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും കൂടി ഫുഡ് വേണമെന്ന്, ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തണം.
നമ്മൾ വിചാരിക്കും പോലെ ഹെൽത്തി ഡയറ്റ് എല്ലാവർക്കും അത്ര എളുപ്പം കിട്ടുന്ന ഒന്നല്ല. വാസ്തവത്തിൽ സീരിയൽസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേപ്പിൾ ഫുഡ് കഴിക്കുന്ന ഒരു ജനതയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് അടങ്ങിയ ഒരു ഡയറ്റ് കിട്ടാൻ ഇറ്റ്സ് 5 times കോസ്റ്റ്ലിയർ എന്നാണ് പറയുക. അതായത് ഇപ്പോഴത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർദ്ദേശം, റെക്കമെൻഡേഷൻ, ഒരാള് 400 grams ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പെർ ഡേ പെർ പേഴ്സൺ ഇത്രയും കഴിക്കണം എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിയലി അഫോർഡബിൾ. ഇറ്റ്സ് കോസ്റ്റ്ലിയർ. Now we are in the global pandemic. COVID-19 has affected heavily. ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് over 38.6 million people are infected and has resulted in over 1.09 million deaths. And ഇവിടെ എന്താണ് ഫുഡിന് ഇവിടെ പ്രാധാന്യം? എന്താണ് ഈ പാൻഡമിക്കിന്റെ ഇടയിൽ ഫുഡ് സയൻസ് ആസ്പിറൻസ് അല്ലെങ്കിൽ ബയോളജി സ്റ്റുഡൻസ് വൈ ഷുഡ് ദേ ബി കോഷ്യസ്? ബിക്കോസ് ഡാറ്റ സജസ്റ്റ് ദാറ്റ്, നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത് പ്രായം എന്നൊരു ഘടകം മാറ്റി നിർത്തിയാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഈ COVID-19 അഫക്ട് ചെയ്യുന്ന ഒരാളിൽ അയാളുടെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകാനും ഹോസ്പിറ്റലൈസേഷനിലേക്ക് പോകാനുമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം ഒബീസിറ്റി ആണ്. പ്രായം കഴിഞ്ഞാൽ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സിംഗിൾ ഡിറ്റർമിനന്റ് ഈസ് ഒബീസിറ്റി. Overweight and obesity are public health challenges, and it is often termed as the epidemic of 21st century. Obesity is the current epidemic, and with most of the population living in countries where overweight and obesity kills more people than underweight. Undernourished ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നതിനേക്കാൾ, അതിന് മരണ കാരണമാകുന്നതിനേക്കാൾ അധികം ആളുകൾ ഓവർവെയിറ്റ് കൊണ്ടും അതുകൊണ്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒബീസിറ്റി അസോസിയേറ്റഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, NCDs are non-communicable diseases like cardiovascular diseases, diabetes, including type 2 diabetes, അങ്ങനെയുള്ള അല്ലെങ്കിൽ സെവറൽ ക്യാൻസേഴ്സ്, ഇതെല്ലാം ഒബീസിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് മരിക്കുന്നു. 2016 ഒരു സ്റ്റഡി പറയുന്നത് more than 1 in 3 adults are overweight. 3 പേരെടുത്താൽ ആവറേജ് ഇതിൽ ഒന്നിൽ കൂടുതൽ ആളുകളും, ആവറേജ് നമ്പർ ഏതാണ് ഒന്നിൽ കൂടുതൽ എന്ന് പറയുന്നത് ഓവർവെയിറ്റ് ആണ്. അതുപോലെ തന്നെയാണ് കുട്ടികളിലുള്ള അമിതവണ്ണവും. ആൻഡ് പീപ്പിൾ ലിവിംഗ് വിത്ത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ അറ്റ് ഹൈ റിസ്ക് ഇൻ ദിസ് പാൻഡമിക്. ഇനി അതിനൊരു മറുവശമുണ്ട്. ഓൺ ദ കോൺട്രറി, 1 in 9 people worldwide still do not have enough to eat. And we have to feed almost 9 billion people by 2050. ഇപ്പോ ഉള്ളവർക്ക് ഭക്ഷണം കൊടുത്താൽ പോരാ. We have to look forward. A healthy diet is 5 times costlier than a basic affordable diet based on staple foods. അത് ചെലവേറിയതുമാണ്. I love my food. We all love our food. And we do have a dependence on food, അല്ലേ? And it's a very basic necessity. എന്താണ് അതിന്റെ പ്രശ്നം എന്നറിയോ? This food will love you back. And it will result in obesity and malnutrition. Overweight, obesity and malnutrition. At the same time, undernourishment, അതായത് stunting, micronutrient deficiencies, wasting of muscles because of protein loss. These are the common drivers that are often experienced, when it is experienced by the same individual. ഒരേ ആള് തന്നെ ഒരാളുടെ ഒരു ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അവർ അണ്ടർനറിഷ്ഡ് ആയിരിക്കുക, സഡൻലി മറ്റൊരു കാലഘട്ടത്തിൽ അവർ ഓവർ നറിഷ്ഡ് ആവുക. ഇതിനാണ് ദിസ് ഇസ് ഡിഫൈൻഡ് ആസ് എ ഡബിൾ ബർഡൻ ഓഫ് മാൽന്യൂട്രീഷൻ. നമുക്ക് നമ്മുടെ കാര്യം തന്നെ എടുക്കാം. ഞാൻ എന്റെ കാര്യം തന്നെ എടുക്കാം. I was not undernourished, but I was thin when I was younger. Thanks to my parents. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ തന്നിരുന്നുള്ളൂ, അനാവശ്യമുള്ള സാധനങ്ങളൊന്നും തന്നിരുന്നില്ല. And my mother used to proudly say, ഏതായാലും ഞങ്ങൾക്ക് കുറെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പലതും എന്റെ അമ്മ തരുന്നില്ല എന്ന്. സോ ഇപ്പൊ ഞങ്ങളത് പറയുമ്പം she used to proudly say, ഏതായാലും ഞാൻ ഭക്ഷണം തന്ന് വളർത്തിയ കാലത്തൊന്നും നിങ്ങൾ അസംബ്ലി തലയിറങ്ങി വീണിട്ടില്ലല്ലോ. So that's the importance of essential foods. എന്നാൽ പിന്നീട് when we got comforts and luxuries, I became overnourished and I got obese. So this kind of double burden of malnutrition, ഒരാളുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അവർ അണ്ടർനറിഷ്ഡ് ആയിരിക്കുക, പിന്നെ ഓവർനറിഷ്ഡ് ആയിരിക്കുക. And this is a
very bad condition, and it gives, accelerates the chances to have non-communicable diseases. And because of all these reasons of undernourishment, malnutrition, overnourishment, obesity, food wastage, that's why the World Food Day of the year 2020 is of utmost importance. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഗ്രൂപ്പിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നത്? വി ആസ് സയൻസ് സ്റ്റുഡൻസ്, ആസ് ദ ടോർച്ച് ബെയറേഴ്സ് ഓഫ് ദിസ് സൊസൈറ്റി ഇൻ ദിസ് generation have a role on this. So that's why we are now discussing about the World Food Day, and this is a poster by the Food and Agriculture Organization of the United Nations, and this is their theme. And the World Food Day calls for global cooperation and solidarity. ഇത് ഒരു ഓർഗനൈസേഷൻ കൊണ്ടോ ഒന്നോ രണ്ടോ ആൾക്കാർക്കോ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. To bring back the equilibrium, it needs a global solidarity to make sure the threats of COVID-19 posing to food security and agricultural livelihoods are confronted. അത് എവിടെ വെച്ച് കൺഫ്രോണ്ട് ചെയ്യണം? ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സൊസൈറ്റിയെ അവരെ തിരിച്ചവരുടെ സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം നമ്മൾ അതിനെ കൺഫ്രോണ്ട് ചെയ്യണം. ആൻഡ് in this occasion, why this is being celebrated world around? This is to sensitize the public. നമ്മൾ ഓരോരുത്തരെയും ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരാക്കാനാണ്. And to make us know that everyone has a role in transforming our food systems by changing the way we produce, we transform and consume the food, and also by changing the way how we waste our food resources. And this is a theme: grow, nourish, and countries, private sector, and civil society needs to make sure that our food system grow a variety of food to nourish a growing population and sustain the planet together. ഈ സാഹചര്യത്തിൽ, ഈ സന്ദർഭത്തിൽ വേൾഡ് ഫുഡ് പ്രോഗ്രാം WFP യെ കുറിച്ച് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. WFP is a food assistance branch of the United Nations and is the world's largest humanitarian organization focused on hunger and food security. 1961 അത് സ്ഥാപിച്ചതിന് ശേഷം now it serves over 97 million people in 88 countries, and they serve the people in conflict affected and calamity affected areas of the world, saving lives, changing lives, delivering food assistance in need of emergencies, and working with communities to improve nutrition. ഇന്ത്യയിലും അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. When we are affected by floods and other calamities, they come and give food to ensure that all these affected people are healthy at least. And this year, in 2020, they won the Nobel Peace Prize for their actions all around the globe, especially in some of the conflict-affected regions of the world like South Sudan. Food. We love our food. അല്ലേ? ആർക്കാണ് ഭക്ഷണം ഇഷ്ടമില്ലാത്തത്? And this food do affects our body and mind. It's essence of life, and it's one of the basic needs. Food can improve your health, and at the same time, it can contribute to diseases too. You can prevent or fight diseases with food. In the past 70 years, infectious diseases have dropped dramatically. Infectious disease കൊണ്ട് മരിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട് because of the advancement in medicine. But at the same time, autoimmune disease, chronic diseases, non-communicable diseases, these are skyrocketing. നോക്കൂ, നമ്മൾ പുതിയ അസുഖങ്ങളെ കുറിച്ച് കേട്ടു തുടങ്ങി അല്ലേ? സിലിയാക് ഡിസീസ്, ക്രോൺസ് ഡിസീസ്, ആൻഡ് ഡയബറ്റീസ് ഇസ് വെരി കോമൺ. പണ്ട് ഗ്രീക്ക് ഫിസിഷ്യനായ ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞു, ലെറ്റ് ഫുഡ് ബി തൈ മെഡിസിൻ ആൻഡ് ലെറ്റ് മെഡിസിൻ ബി തൈ ഫുഡ്. നമ്മളുടെ ആക്ഷൻസ് കാരണം, അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ കംഫർട്ടും അർബനൈസേഷൻ, നമ്മുടെ കയ്യിൽ ദർ ഇസ് മോർ ഓഫ് ലിക്വിഡ് മണി ഓർ എക്സ്പെൻഡിച്ചറബിൾ മണി. അതുകൊണ്ട് വി ആർ ഏബിൾ ടു റിവേഴ്സ് ദിസ്. നമുക്ക് സാധിച്ചു ഇത് തിരിച്ചു വെക്കാനായിട്ട്. എങ്ങനെയാണ്? നൗ അവർ ഫുഡ് ഈസ് ഓൾമോസ്റ്റ് അവർ മെഡിസിൻ. അല്ലെ? ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് പലരും മരുന്ന് കഴിക്കുന്നത്. So it's our choice whether we should manage our health or manage the disease, and we have to make a choice. So with all these technological and advanced agricultural and food production advancements and scientific advancements in general, we think that we have progressed. അല്ലെ? നമ്മൾ ഒത്തിരി ദൂരം മുന്നോട്ട് വന്നു എന്ന് ഒരു 70 വർഷം 1950s വെച്ച് നോക്കുമ്പോൾ we have been progressing a lot. സത്യത്തിൽ നമ്മൾ പ്രോഗ്രസ്ഡ് ആയോ?
Of course, we have progress in agricultural productivity and food production. In the recent decades, the world has made significant progress. We now produce more than enough food to feed everyone. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, our food systems are out of balance. നമ്മൾ എല്ലാവർക്കും കഴിക്കാനുള്ളതിൽ അധികം ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ whether it is reaching everyone, no. Hunger, obesity, environment degradation, loss of agrobiological diversity, food loss and waste, and lack of security for food chain workers. ഈ നമുക്കറിയാം ഇത്രയധികം ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിന്റെ സഫറിങ് എന്ത് നിൽക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഫാമേഴ്സ് തന്നെയാണ്. ഈ ഫുഡ് ചെയിനിലുള്ള ഏറ്റവും ലോസിങ് പീപ്പിൾ അവരാണ്. അപ്പൊ ഇങ്ങനെ കുറെ ഡിക്ലൈൻ നമ്മുടെ സിസ്റ്റത്തിൽ അതേസമയം സംഭവിച്ചിട്ടുണ്ട്. സോ വാട്ട് ക്യാൻ വി ഡു ആസ് സയൻസ് സ്റ്റുഡൻസ്, ആസ് സയൻസ് ആസ്പിറൻസ്? Adopt innovative solutions based on scientific evidence so we can build back better and improve our food systems. എങ്ങനെയാണ് ഫുഡ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്നത്? We have to make them more resistant to shock. ഒരു റെസിലിയന്റ് ഫുഡ് സിസ്റ്റം, പെട്ടെന്നുണ്ടാവുന്ന ഒരു പാൻഡമിക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ കലാമിറ്റി വന്നാലും our food system should be strong to resist those shocks. നമ്മൾ പറഞ്ഞു വരുന്നത് ഫുഡ് സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചാണ്. എന്താണ് ഫുഡ് സസ്റ്റൈനബിലിറ്റിക്ക് പല ഫാസറ്റ്സ് ഉണ്ട്. We have science finding new energy sources, greener technologies, and a global awareness is created. So ഇതൊന്നും നമ്മുടെ എൻവയറമെന്റിനെ ബാധിക്കരുത്. നമ്മളുടെ അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി ഷുഡ് നോട്ട് ബി at loss with the environment. എൻവയറമെന്റിനെ ബാധിക്കാതെ, നാച്ചുറൽ റിസോഴ്സസിനെ ബാധിക്കാതെ ഫുഡ് സെക്യൂരിറ്റി വേണം. എങ്ങനെയാണ്? വാട്ട് ഈസ് ഫുഡ് സെക്യൂരിറ്റി? Food security is the ability to feed the population all the year round without compromising the ability to feed the future generation. And nutrition, the ability to deliver a healthier, nutritious diet. വെറുതെ ഭക്ഷണം കൊടുത്താൽ പോരാ, it should be nutritious. And it should also focus on social justice. എങ്ങനെയാണ്? എല്ലാവർക്കും everyone should be provided with equal benefits. വരുമാനം കിട്ടേണ്ടവർക്ക് അത് കിട്ടണം, അവരുടെ കഷ്ടപ്പാടിനുള്ള വരുമാനം കിട്ടണം, ലാഭം കിട്ടേണ്ടവർക്ക് അത് കിട്ടണം. It should be in a balanced manner, and it should also have a positive environmental effect. Learning from nature, working with the limits of the ecosystem. എല്ലാ എക്കോസിസ്റ്റത്തിനും കുറച്ച് ലിമിറ്റ് ഉണ്ട്. Our earth as a whole is very versatile. കുറെയൊക്കെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഹ്യൂമൻ ബോഡി എടുത്താലും our ecosystem നോക്കിയാലും. പക്ഷെ beyond a limit, we lose it. So we should stop at the correct point. So food sustainability requires an approach that encompasses all elements in the food cycle, from healthy soil to ensure healthy produce. And it requires a transformation from the current system. Sustainable food in important ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾ ഇനി അതിനെ കുറിച്ച് സംസാരിച്ചു നോക്കാം. ബിക്കോസ് ബോട്ടണി സ്റ്റുഡൻസ് ആണല്ലോ ഇവിടെ കൂടുതലുള്ളത്. ആൻഡ് you have a key role in that. Why diversity is important? എന്താണെന്നറിയോ? Because nowadays food security have become dependent on a small handful of widely cultivated species. ഒരു കാലത്ത് നമ്മുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഓവർ ദീസ് ഇയേഴ്സ് ഭൂമിയിൽ 7000 സ്പീഷീസിൽ നിന്ന് ഫുഡ് എടുത്തിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ 80% of our major dietary requirements of proteins and calories, 80% of the species വരുന്നത് 50% of the world requirement is coming from three major crops: wheat, maize and rice. ഇനി എത്ര സ്പീഷീസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു നോക്കാം. 80% of the total species cultivated is just 12 of them. ബാക്കി 20% ആണ് ബാക്കി സ്പീഷീസ് എന്നുള്ളൂ. ഈ 20% തന്നെ almost up to 90%, 90-95% is just another 35 more species. അത് ടോട്ടൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞു. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ നമുക്കൊരു പാൻഡമിക് വന്നപ്പോൾ വി ആർ ഓൾ ലോക്ക്ഡ് അപ്പ് അല്ലെ? ഇതുപോലൊരു പാൻഡമിക് അഗ്രികൾച്ചർ വേൾഡിൽ വരുവാണെന്ന് വിചാരിക്കൂ. ഈ മോണോകൾച്ചർ, അതായത് ഫ്യൂ സ്പീഷീസ് ബീങ് കൾട്ടിവേറ്റഡ് ഓൾ അറൗണ്ട് ദ വേൾഡ്, ഒറ്റയടിക്ക് എല്ലാം കൂടി പോകും. അങ്ങനെ പറ്റിയാൽ ഇറ്റ് റിയലി പോസസ് എ ബിഗ് ത്രെറ്റ് ടു അവർ ഫുഡ്
അല്ലെ? എല്ലാ ഒറ്റയടിക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ ഒരു റൈസിനെയോ മെയ്സിനെയോ വീറ്റിനെയോ അഫക്ട് ചെയ്യുന്ന ഒരു പെസ്റ്റ് ഓർ പാത്തജൻ വന്നാൽ we are at risk. So nutrition security and biodiversity are extremely linked. We should bring about diversity. Humans have developed the ability to use our resources to make our life easier, to improve our lifestyle. പക്ഷെ അതിനൊക്കെ നമുക്ക് നടന്നു പോകാൻ പറ്റിയാൽ നമ്മൾ വിചാരിക്കും ബസ്സിന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. ബസ്സിന് പോകാൻ പറ്റിയാൽ നമുക്ക് തോന്നും കാർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഈ കംഫർട്ട് ആൻഡ് ലക്ഷറീസ് കം വിത്ത് എ പ്രൈസ്. ബിക്കോസ് ഒരു സൊസൈറ്റിയിൽ എന്തിനാണ് ആവശ്യമുള്ളത് അവിടെയാണ് പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പൊ എന്ത് പറ്റും? ഇൻഡസ്ട്രീസ് വരും. ആൻഡ് സം അൺസസ്റ്റൈനബിൾ ഇൻഡസ്ട്രീസ്. എന്താണ് ഇതിന്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻ? We have to go back to local production, traditional food habits. We should reduce waste and foodscaping. I will talk about foodscaping later. കേരളത്തെ സംബന്ധിച്ചിടത്തോളം we are an exceptional state with our plant genetic resources. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ലാൻഡ് ടോപ്പോഗ്രഫി, ഇത്ര ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡിൽ we have highlands, midlands and lowlands. And land use pattern, how we use our land for agriculture. ഇത് biodiversity profile of Kerala. We have Western Ghats, one of the 4 biodiversity hotspot. One of the 22 agro-biodiversity hotspots is Malabar region. And we have natural world heritage sites, endemic centers, Agasthyamala. And globally important agricultural heritage system ആണ് Kuttanad. Why? Because we are cultivating below mean sea level. And our Agasthyamala biosphere reserve is UNESCO World Heritage, UNESCO World Network of Biosphere Research ഉള്ളതാണ്. ഇത് NBPGR തൃശ്ശൂർ. ഇവരെ കുറിച്ച് പറയുന്നത് നമുക്ക് പോകാൻ പറ്റില്ല. It looks like a very humble institute, but ഇതൊരു National Bureau for Plant Genetic Resources, and they have a very important role. Dissemination, teaching, growing, germplasm, conservation, collection, characterization, herbarium preservation, on-farm conservation. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ NBPGRന്റെ വെബ്സൈറ്റിൽ കയറുന്നത് you will be amazed of the number of accessions they have. What all they are doing. സമയത്തിന്റെ കുറവുകൊണ്ട് I am very excited to speak about this, പക്ഷെ നമുക്ക് സമയമില്ല. We will move on. Local land races. എന്താണ് local land races? These are the ecologically distinctive populations of plants, and they are diverse in their genetic composition. അങ്ങനെയുള്ള കുറെ ലാൻഡ് റേസസ് നമുക്ക് ഉണ്ടായിരുന്നു, ബട്ട് വി ആർ ഓൾമോസ്റ്റ് ലൂസിങ് ഇറ്റ്. ഇതൊക്കെ പ്രിസർവ് ചെയ്യുന്നത് ഇപ്പോ ഇതുപോലെയുള്ള പ്ലാന്റ് ജെനറ്റിക് റിസോഴ്സ് നാഷണൽ ബ്യൂറോസ് ആണ്. അതിന്റെ റീജിയണൽ സ്റ്റേഷനാണ് തൃശ്ശൂർ ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ ലാൻഡ് റേസസ് ഇമ്പോർട്ടന്റ് എന്ന് അറിയോ? ഇഫ് യു ലുക്ക് ലോക്കൽ ലാൻഡ് റേസസ് ഓഫ് റൈസ് വെറൈറ്റീസ്, we will see dark purple color or black color rice. They are very high in anthocyanin pigments, antioxidants, vitamin E content, and it has high fiber content and high in iron. ഇത് home garden ആണ്. And this is a very peculiar kind of land use system in our state. ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു peculiar kind of land use system ആണ്. ഒരു വീടും അതിന് ചുറ്റുമുള്ള പറമ്പും. And this is a biodiversity hotspot in itself. We have everything, right from birds, animals, all different layers of trees, layers of ഇഞ്ചി മുതൽ തെങ്ങ് വരെ പൊക്കത്തിലുള്ള, and it is highly complex and climax dynamic happening there. Energy is utilized in all forms, and it is recycled, and it is self-sustainable. പുറത്തുനിന്നൊന്നും തന്നെ വേണ്ട. And major food decisions in a Kerala home, നമ്മുടെ വീട്ടില് mothers do take the decisions, and it's based on a cost benefit ratio. എന്തൊക്കെയാണ് കോസ്റ്റ് നോക്കുന്നത്? The direct money cost, time cost, എഫേർട്ടിന്റെ കോസ്റ്റ്, ഇതെല്ലാം നോക്കും. എന്നിട്ട് എന്തൊക്കെയാണ് നമ്മുടെ നീഡ്, വാട്ട് ആർ അവർ സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. And balancing expectation amidst limitation is the duty of the mother of the house. And she have to take care of decision points like whether it is affordable and the preference of the head of the house, mostly husband. കുട്ടികളുടെ ഇഷ്ടം എന്താണ്? ഇനി ഇതിനെല്ലാം പുറമെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ എത്ര വിലയായാലും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചിരിക്കും. And it's a huge decision making process. And what can we do to help them? By see, ഇവിടെ നിങ്ങൾ കാണുന്നത് ഇപ്പോഴത്തെ ഫുഡ് പ്ലേറ്റ് കൺസെപ്റ്റ് ആണ്. ഫുഡ് പിരമിഡ് കൺസെപ്റ്റ് പോയി. ഇതിൽ പ്രകാരം a healthy diet comprises almost half is fruits and vegetables. So how can we achieve this? Locally available.
and it is renewable. നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു ചീരയോ ഒരു ഇലയോ പറിച്ച് കഴിച്ചു കഴിഞ്ഞാൽ and it will grow back in 1 week, അല്ലേ? And that will result in less wastage, and it's very good for your tummy too. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് some of our local amazing plants ആണ്, and we are almost underutilizing it. ആരെങ്കിലും ഇത് കഴിച്ച്, I would love this session to be, face to face. എനിക്ക് അറിഞ്ഞൂടെ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോന്ന്. ഇത് ഞാൻ കഴിച്ചിട്ടില്ല. പൊന്നങ്ങാണി ബോട്ടണി സ്റ്റുഡൻസിന് സയന്റിഫിക് നെയിം ഞാൻ വായിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ആൾട്ടർനാന്തറ സിസിലിസ്. ഇത് കൊഴുത്തുവ, ചൊറിയണം എന്ന് പറയും. ഇറ്റ്സ് എ ഹെർബ്. ആ വള്ളി പോലുള്ള ചൊറിയണം അല്ലല്ലോ. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ മേക്കിംഗ് തോരൻ. And when I show all these plants, it's high in dietary fiber, the various bioactive compounds, and the preparations made out of it is also very nutritious and healthy. അടുത്തത് മഷിത്തണ്ട്, അല്ലെ? മതിലിൽ പോലും പട്ടി പിടിച്ചുണ്ടാവുന്ന സാധനമാണ്. ഇറ്റ്സ് വെരി അവൈലബിൾ in our own house setup. ഈ കോവിഡ് കാലത്ത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ we can't go out to buy things, we are scared. Why can't we utilize all these things? ഇത് സാമ്പാർ ചീരയാണ്. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ അഗ്രികൾച്ചർ പഠിക്കുമ്പോൾ ഞങ്ങൾ വെക്കുന്ന വാഴയുടെ എല്ലാം ചുവട്ടിൽ ജസ്റ്റ് ഇതിന്റെ ഒരു തണ്ട് ചുമ്മാ കൊണ്ടുപോയി ഇട്ടാൽ മതി. വാഴയ്ക്ക് നനവ് കിട്ടുമ്പോൾ ദിസ് വിൽ ഗ്രോ abundantly, and we used to take it to our mess. തഴുതാമ, വെരി മെഡിസിനൽ, വെരി യൂസ്ഫുൾ. നടന്നു വരുന്ന വഴിക്ക് ഇതെല്ലാം പറിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് തോരൻ ഉണ്ടാക്കുന്ന ഒരു സീൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ദിസ് ഇസ് എൻഡൽ ഏഷ്യാറ്റിക്ക. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ ബ്രെയിൻസ്. കുടവൻ, അല്ലെ കുടങ്ങൾ എന്ന് പറയും. മുറ്റത്തൊക്കെ ഇപ്പൊ മഴയുള്ള സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് തോരൻ വെച്ച് കഴിക്കുമെന്ന് എനിക്കറിയില്ല, ബട്ട് വി ക്യാൻ ആഡ് ദം ടു അവർ ചമ്മന്തി. ഇല്ലേ, എന്ത് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു പിടി കുഴങ്ങൾ ഇട്ട് നോക്കൂ, ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, ബട്ട് ഇറ്റ്സ് വെരി ന്യൂട്രീഷ്യസ്. മണത്തക്കാളി, അമേസിംഗ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള, ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിന്റെ ഇലയും ഇതിന്റെ ഈ കായ്കളും ഇറ്റ്സ് വെരി ഗുഡ് ഫോർ മേക്കിംഗ് എ ലോട്ട് ഓഫ് പ്രിപ്പറേഷൻ. കുറച്ചും കൂടി പാലക്കാട് തമിഴ്നാട് സൈഡിലാണ് ഇവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബട്ട് with zero input we can have this in our homestead. ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. പനച്ചികം, ഇതിന്റെ ലീവ്സിന് നല്ലൊരു പുളിയുണ്ട്, സൂപ്പർ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇത് മീൻ പുളിയില വെക്കാനായിട്ട് നമ്മുടെ വാളംപുളിയുടെ ഇല പോലെ തന്നെ ഇതിന്റെ ഇലകൾ ഉപയോഗിക്കും. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഇതിപ്പോ ചിലപ്പോ കാടായിട്ട് നമ്മുടെ റോഡ് സൈഡിലെ ബുഷിലാണ് നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ ഇനി നടക്കുമ്പോ ആസ് സയൻസ് സ്റ്റുഡൻസ് യു ഷുഡ് ബി പാഷനേറ്റ് അബൌട്ട് യുവർ സയൻസ്. കണ്ണ് തുറന്ന് ചെവി തുറന്ന് നടക്കണം. സീ ഓൾ ദ പ്ലാന്റ്സ് അറൗണ്ട് us, think what we can do with them, use them. And that's how we, in our small scale, we achieve sustainability. We work together for the better world. കേരളത്തിന്റെ തനതായ ട്യൂബേഴ്സ് ആണ് കാച്ചിൽ. 2 തരമുണ്ട്. ഒന്ന് മണ്ണിന്റെ അടി കാച്ചിലുണ്ടാവുന്നു, ഒന്ന് ആകാശത്തുണ്ടാവുന്നു. ഡയസ്കോറിയ. ഇതിന്റെ അകത്തുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, dietary fibers, it comes with a lot of benefits for our colon. ഞാനത് എങ്ങനെയാണ് ഈ ഡയറ്ററി ഫൈബേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയാം. ഇനി നമ്മുടെ ട്രഡീഷണൽ ഫുഡ്സിനെ കുറിച്ച് പറയുമ്പോൾ കോക്കനട്ട് ഓയിലിനെ കുറിച്ച് പറയാതെ ഒരു കേരള ഫുഡ് ഇല്ല. ഇയേഴ്സ് ബാക്ക് നമുക്കൊരു ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, കോക്കനട്ട് ഓയിൽ ഈസ് ബാഡ് ഫോർ യു, ഇറ്റ് വിൽ ക്രിയേറ്റ് കാർഡിയോവാസ്കുലർ ഡിസീസ് ഇൻ യു. പുതിയ സ്റ്റഡീസ് കാണിക്കുന്ന കോക്കനട്ട് ഓയിൽ ഈസ് മോർ ഹെൽപ്പിംഗ് യു ഇൻ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ കാർഡിയോവാസ്കുലർ ഡിസീസ് എന്നുള്ളതാണ്. ഇറ്റ് ഇസ് റിച്ച് ഇൻ ഡയറ്ററി ഫൈബർ. ഇറ്റ് ഇസ് സോ റിച്ച് ഫുഡ്. ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു അരമുറി തേങ്ങ കൂടുതൽ ഒറ്റടിക്ക് കഴിക്കാൻ കുറച്ച് പാടായിരിക്കും. ഇറ്റ് റിച്ച് വിത്ത് വൈറ്റമിൻ സി, B3, all B vitamins, ions, minerals, iron, selenium, sodium, calcium, magnesium, disease fighting, antioxidants. It can regulate your blood sugar. It decreases the risk factors for CVD, improve weight loss and improve digestion. And there is one amazing compound in coconut oil, lauric acid. Lauric acid makes up over 50% of the fatty acid in coconut oil. And lauric acid and അതിന്റെ digestive product ആയിട്ടുള്ള മോണലോറിൻ, ഇത് രണ്ടും highly antimicrobial ആണ്. പഠനങ്ങൾ കാണിക്കുന്നത് majority of the ingested lauric acid from the coconut oil is directly going to your liver. പക്ഷെ അത് ലിവറിൽ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യല്ല ലൈക്ക് അതർ ഫാറ്റ്സ്. ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഡയറക്ട്ലി ടു ലിവർ, where it is directly converted to energy and other metabolites rather than storing as fat. And such metabolites include ketone bodies that are used by
other tissues, extrahepatic tissues like brain and heart, and as an intermediate form of energy. അപ്പൊ അതുകൊണ്ട് അവിടെ സ്റ്റോർ ആവുമല്ല. It will not be stored in liver and create problems like fatty liver. Among the saturated fats, lauric acid has been shown to contribute least to fat accumulation. ഇതെന്താ പറയാ, മുളകുശ്യം. പാലക്കാട് സൈഡിലോട്ടുള്ളവർക്ക് കൂടുതൽ അറിയുണ്ടാവും. ഇറ്റ്സ് എ വെരി ബേസിക് പ്രിപ്പറേഷൻ വിത്ത് പൾസസ് ആൻഡ് മെലൺ. വെജിറ്റബിൾസ് ഉണ്ട്, പൾസസ് ഉണ്ട്. പിന്നെ നമ്മുടെ കേരള ഭക്ഷണത്തിന്റെ ഒരു പ്രധാന, ശരിക്കുള്ള കേരള ഭക്ഷണത്തിന്റെ പ്രധാന ഫാക്ടർ, നമ്മൾ ഒരിക്കലും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ കടുക് വറുത്തിട്ടല്ല ഉണ്ടാക്കുന്നത്. we just cook food in medium heat or low heat, and at the end we just add a little amount of coconut oil. Why this is important? This oil will help to absorb fat soluble vitamins in that food. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് അവിയൽ. ആൻഡ് ഐ വിൽ സേ അവിയൽ is one of the best food in the whole wide world. ഒരു ഡയറ്റും നമ്മൾ അന്വേഷിച്ച് പോകണ്ട. our diet is the best diet. The vegetables are cooked in its own steam. ഒത്തിരി ചൂടായിട്ടല്ല, ട്രഡീഷണലി നല്ല കട്ടിയുള്ള ഓട്ടുരുളിയിൽ ഉണ്ടാക്കുക. എന്നിട്ടോ, ആൻഡ് there is coconut too. Sometimes we add curd തൈര് ഓവർ ഹീറ്റ് ചെയ്യുന്നില്ല, so we don't lose the probiotic bacteria in them. And at the end we add, നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു to make all these fat soluble A, D, E and K vitamins in those vegetables available to our body. അടുത്ത തോരൻ. ദൈവം നമ്മുടെ തോരനൊന്നും അധികം ഇട്ട് വേവിച്ച് ഒത്തിരി ഓവർ ഹീറ്റഡ് ആയിട്ടൊന്നും ചെയ്ത് അതിനെ നശിപ്പിക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. nowadays I used to make തോരൻ പച്ചക്കറിയും അരിഞ്ഞ് തേങ്ങയും കൂടി ഇളക്കി ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്ത് എടുക്കുകയാണ്. and we can avoid, ആവശ്യമെങ്കിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ അവസാനം ഒഴിക്കാം. so these food preparation methods, judicial ways, ഒന്ന് ചിന്തിച്ച് നമ്മൾ ഉണ്ടാക്കിയാൽ we can make the best food from our local places. പുഴുക്ക്, boiled steamed fruits and vegetables, അല്ലേ? coconut paste, it contains everything you need for a balanced diet. പലപ്പോഴും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ ഇതിനകത്ത് നമ്മളുടെ നോൺ വെജ് ഫുഡ് ഒന്നും കാണിച്ചിട്ടില്ല. നോൺ വെജ് ബാഡ് ആണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇന്ന് ഒരു 35-40 വയസ്സുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉള്ളവരൊന്ന് ചിന്തിച്ചറിയാം, നമ്മളുടെ ചെറുപ്പത്തില് നമ്മളൊരു 10 വയസ്സുള്ളപ്പോ എത്ര പ്രാവശ്യം നമ്മൾ നോൺ വെജ് കഴിക്കും ഒരു വീട്ടില് ഒരു മാസം? മേ ബി 1 time. ഒരു സ്പെഷ്യൽ ഒക്കേഷൻ അല്ലാതെ നമ്മൾ നോൺ വെജ് കഴിക്കുന്നില്ലല്ലോ. So reduce, because production of meat is a heavy energy intense thing. To produce 1 kg of rice we need 2000 liters of water. But at the same time, to produce 1 kg of beef industrially, ഞാൻ ഇത് ഇൻഡസ്ട്രിയലി ആണ് പറയുന്നത്, ബീഫ് ഇൻഡസ്ട്രീനെ കുറിച്ച് പറയുന്നത്, we need 1 lakh liters of water. And again the waste produced. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, if we can reduce the consumption of industrially prepared meat, I'm not against anything, but നമുക്കത് കുറച്ച് ഒരു ഹെൽത്തി ലെവലിലേക്ക് വരികയാണെങ്കിൽ it will be a big burden that is taken away from the environment. അവിടെയാണ് നമ്മുടെ ഹോം സ്റ്റേഡ്സിന്റെ ഇമ്പോർട്ടൻസ്. നമ്മുടെ നാട്ടിൻപുറത്ത്, നമ്മുടെ വീടുകളിൽ നമ്മൾ ചിക്കൻ കഴിച്ചിരുന്നത് എപ്പോഴൊക്കെ ആയിരുന്നു? നമ്മുടെ വീട്ടിലുള്ള കോഴി പ്രൊഡക്ഷൻ കുറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ കൊണ്ടുള്ള യൂസ് കുറയുമ്പോൾ നമ്മൾ അതിനെ വെച്ച് കഴിക്കും. അത് തന്നെ അധികം കഴിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് വിൽ മോസ്റ്റ് ഓഫ് കൂടുതൽ എല്ലും വളരെ കട്ടിയുള്ള ഇറച്ചിയായിരിക്കും. അതുപോലെ വല്ല വിശേഷ അവസരങ്ങളിൽ മാത്രം കഴിച്ചിരുന്ന നോൺ വെജ് ഫുഡ്സ് ഇപ്പൊ ഡെയിലി എന്ന പോലെ ആയി. ആൻഡ് ഇറ്റ് ഇസ് ഷോയിങ് ഇൻ അവർ ജനറൽ ഹെൽത്ത് ടു. ഓലൻ, such a light and mild curry. This is one of our traditional chutney powder. It contains, vepila is very high in beta carotene, very high in good fibers and essential oils. Same with നാരകത്തിന്റെ ഇല, നാരങ്ങയുടെ ഇലയും അതിനകത്ത് ഉപയോഗിക്കും. All the limonene content, all the essential oils, which it's very amazing. Kichdi pachdi, again it's a fresh, എന്താ പറയുക, ഇംഗ്ലീഷുകാർ പറയുന്ന ഫ്രഷ്ലി പ്രിപ്പയർഡ് പിക്കിൾ എന്നാ പറയുന്നതിന്. അവരുടെ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള പിക്കിളിന് തുല്യമായിട്ട് നമ്മുടെ സ്ഥലത്തുള്ളതാണ്. either with curd or with curd and coconut. Both are healthy. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, കേരളത്തിന്റെ ട്രഡീഷണൽ ഫുഡ്സ് തന്നെയാണല്ലോ ചിപ്സ് എന്ന്. ബട്ട് ചിന്തിച്ചു നോക്കും, നമ്മൾ ട്രഡീഷണലി ഒരു കേരള ഒരു ഭവനത്തിൽ എത്ര ചിപ്സ് നമ്മൾ കഴിക്കും? ഒരു വർഷം കൊണ്ട് വിളയുന്ന സസ്യമായ വാഴയിൽ നിന്ന് എടുത്തിട്ടുള്ള ചിപ്സ് ഓണക്കാലത്ത് ഇലയുടെ മൂലയ്ക്ക് 2 എണ്ണം,
അതാണ് ഡിസ്പാരിറ്റി. നമ്മളിപ്പോ കഴിക്കുന്നതും ആക്ച്വലി നമ്മൾ കഴിച്ചിരുന്നതുമായ വൈ വി ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ഹിപ്പോക്രറ്റീസ്. ഇനി എനിക്ക് പറയാനുള്ള ഫുഡ് വേസ്റ്റേജിനെ കുറിച്ചാണ്. ഫുഡ് വേസ്റ്റേജ് പറയുമ്പോൾ ഫുഡ് പ്രിന്റിനെ കുറിച്ച് പറയണം. ഫുഡ് പ്രിന്റ് എന്താണ്? നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട്, നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊണ്ട് എൻവയറമെന്റിൽ ഉണ്ടാവുന്ന പ്രഷറിനെ കാണിക്കുന്ന ഒരു സാധനമാണ് ഫുഡ് പ്രിന്റ്. ആൻഡ് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോന്നിനും എൻവയറമെന്റൽ എഫക്റ്റ് ഉണ്ട്. ദ സോഷ്യൽ ആൻഡ് എത്തിക്കൽ കോസ്റ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, അതാണ് ഫുഡ് പ്രിന്റ്. ഫുഡ് വേസ്റ്റേജ് രണ്ട് തരമാണ്. ഒന്ന് നമ്മൾ കഴിക്കുന്ന റൈറ്റ് ഫ്രം ദ ഫാമിൽ തന്നെ കുറെ വേസ്റ്റ് ആവുന്നു, ത്രൂ ദ ലൈൻ, പ്രൊഡക്ഷൻ ലൈൻ, അറ്റ് ദ കൺസ്യൂമർ എൻഡ് നമ്മൾ ആവശ്യമില്ലാതെ കുറെ ഫുഡ് എടുക്കുന്നു, കളയുന്നു. അതൊന്ന്. രണ്ട്, കടയിൽ എത്തുന്ന ഫുഡിൽ തന്നെ കാണാൻ കൊള്ളാത്തത് നമ്മൾ കഴിക്കില്ല, എസ്തെറ്റിക് ഫുഡ്. പിന്നെ വേറൊന്ന് ബെസ്റ്റ് ബിഫോർ ഡേറ്റ്സ്. നിങ്ങൾ കണ്ടാ അറിയാം, ഒത്തിരി ഫുഡ് ഗ്ലോബലി എ ലോട്ട് ഓഫ് ഫുഡ് ഈസ് ബീങ് വേസ്റ്റഡ് ബിക്കോസ് ഓഫ് ദ ഡേറ്റ്സ് പ്രിന്റഡ് ഓൺ ദം. ഡേറ്റ്സ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. വി ഹാവ് ടു തിങ്ക് ജുഡീഷ്യലി ദർ. And world over, there are movements where they collect these foods that have expired according to the printed date, but they will evaluate the quality of the food and they will resell it at a lower price for the needy. Food aesthetics എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ക്യാരറ്റ് കണ്ട വാങ്ങാൻ എത്ര പേർക്ക് തോന്നും? അധികം പേർക്ക് തോന്നില്ല അല്ലെ? ഈ ക്യാരറ്റ് ആണെങ്കിലോ പിന്നെ നമ്മൾ കൈ കാശുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങും. അതിനകത്ത് എഴുതിയേക്കുന്ന ലേബൽ കണ്ടോ, ബിഗ് ആൻഡ് അഗ്ലി ക്യാരറ്റ്സ്, വില കുറച്ച് വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ കുറച്ച് ക്യാരറ്റ് കാണുകയാണെങ്കിൽ നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേ പോകുള്ളൂ അല്ലെ? ആൻഡ് ദിസ് ഈസ് ഫുഡ് എസ്തെറ്റിക്സ്. ഇങ്ങനെ നമുക്ക് ഒത്തിരി ഫുഡ് നഷ്ടമാവുന്നുണ്ട് ഗ്ലോബലി. ഇനി ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ്, അതിനകത്തേക്ക് വരാം. ദ ഗട്ട് മൈക്രോഫ്ലോറ ഇൻഫ്ലുവൻസസ് യുവർ തോട്ട്സ് ബൈ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇറ്റ് പ്രൊഡ്യൂസ്. നമ്മുടെ വയറ്റിന്റെ അകത്ത് ഒരു തേർഡ് ഓർഗൻ പോലെ നമ്മുടെ ശരീരത്തിൽ ലോട്ട് ഓഫ് മൈക്രോബ്സ് ആർ ദർ ആൻഡ് ദ ഇൻഫ്ലുവൻസസ് ഇൻ വെരി മെനി വേസ്. It is called, stomach is the second brain. Stomach contains our physical and mental function. നമ്മൾ പറയില്ലേ gut feeling, അല്ലെങ്കിൽ I felt butterflies in stomach, ടെൻഷൻ അടിക്കുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക. This means that there is something association. Physically തന്നെ ഒരു അസോസിയേഷൻ ഉണ്ട്. വാഗസ് നെർവ് വഴി നമ്മുടെ സ്റ്റൊമക്കും ബ്രെയിനും ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മെന്റൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. This bacteria in the gut produce certain neurotransmitters that affect our mental state. And this is a key link to modern disease. Plant biodiversity എങ്ങനെ ഭൂമിക്ക് ഉപകാരപ്പെടുന്നു, അതുപോലെ തന്നെ ഗട്ട് ബയോഡൈവേഴ്സിറ്റി നമ്മുടെ ബോഡിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഗട്ട് മൈക്രോഫ്ലോറ ഇറ്റ് ഡൈജസ്റ്റ് സർട്ടൻ ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഡയറ്ററി ഫൈബർ ആക്ച്വലി അവരുടെ ഫുഡാണ്, അവരാണ് അത് ഡൈജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ബൈ ദിസ് ഡൈജഷൻ ദേ പ്രൊഡ്യൂസ് സം ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്, SFCA, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് വിച്ച് can affect our mental health, immunity. And these short chain fatty acids are anti-carcinogenic also. And our gut responds to our infection. ഒരു ഹെൽത്തി ഗട്ടിൽ ആവശ്യത്തിന് മൈക്രോബ്സ് ആൻഡ് മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി ഉള്ള ഗട്ടിൽ you see a thick mucus layer which will prevent some stomach inflammation. അല്ലാത്ത ഗട്ടിൽ അത് ഉണ്ടാവില്ല. Now studies are proving that this controls our blood sugar and cholesterol levels. Enzyme produced in the intestinal bacteria are important in the metabolism of several vitamins. നമുക്കറിയാം vitamin K, it is synthesized by the gut microflora and it is required for the blood clotting factor. Prothrombin ഉണ്ടാക്കാൻ ഈ vitamin K ഉണ്ടാവണം. So if we don't have a healthy gut, ഒരു wound ഉണ്ടായാൽ the wound will not heal. And gut controls the risk of obesity. ഇതൊരു സ്റ്റഡിയുടെ പിക്ചർ ആണ്. എന്താണെന്ന് അറിയോ ഇവർ ചെയ്തത്? ഒബീസ് ആയിട്ടുള്ള ഒരാളുടെ വയറ്റിൽ നിന്ന് ഗട്ട് മൈക്രോഫ്ലോറ എടുത്ത് ഒരു സാധാ മൈസിൽ വെച്ചു. ദാറ്റ് മൈസ് ആഫ്റ്റർ ആൻഡ് മെലിഞ്ഞ ഒരാളുടെ ഗട്ടിൽ നിന്നുള്ള മൈക്രോഫ്ലോറ എടുത്ത് വേറൊരു മൗസിൽ വെച്ചു. ബോത്ത് ദീസ് മൈസ് ഹാവ് ബീൻ ഫെഡ് വിത്ത് ദ സെയിം ഫുഡ്. പക്ഷേ one became fat, and that is the importance of gut microflora. Even obesity and mental depression, stress, everything can microflora shed a light on all this gut microflora. So our gut should be like an Amazon rainforest. It should be diverse. പക്ഷേ എന്താ പറ്റുന്നറിയോ? Non-judicial use of antibiotics, westernized diets, improper fat, ഇതെല്ലാം ഈ റെയിൻ ഫോറസ്റ്റിനെ ബാരൻ ലാൻഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ഇത് നവമി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനി ആന്റിബയോട്ടിക് കഴിക്കില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ജുഡീഷ്യൽ യൂസ്, ഐ അണ്ടർലൈൻ ദിസ് വേർഡ്, ജുഡീഷ്യൽ. Brain and belly is physically connected, as I said, and also biochemically connected. Microbes are the center point of our immune system. Disturbance can create immune reactions in the body,
And when prolonged, it can affect your mental brain health. The types of fat you eat can change your microbiota. ഇത് കണ്ടോ ഇവിടെ നമ്മൾ പിസ്സ കഴിക്കുകയാണെങ്കിൽ we have very less number of biodiversity in terms of microflora in our stomach. But if we are eating food rich in dietary fiber, we get like grains, whole wheats, fruits and vegetables and seeds. We have a huge biodiversity of gut microflora. ഇങ്ങനെയൊക്കെ തിന്ന് ബാഡ് ഫാറ്റ്സ് കഴിച്ച് ശീലിച്ച ഒരാൾക്ക് തിരിച്ചു വരാൻ പറ്റുമോ? തിരിച്ചു വരാൻ പറ്റും, ബട്ട് it's highly time taking and energy, ഒത്തിരി എനർജി ആവശ്യമുണ്ട്. So we should learn to appreciate this bacterial world within us, and we should stop declaring war against them. Bad food habits, non-judicial use, as I said, of antibiotics. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 സ്ട്രിപ്പ് ആന്റിബയോട്ടിക് തരാത്ത ഡോക്ടർ ഒരു ഇച്ചിരി മോശം ഡോക്ടറാണെന്നൊരു തോന്നൽ നമുക്ക് പലർക്കും ഉണ്ട്. അല്ലെങ്കിൽ വി പ്രൗഡ്ലി സേ വയ്യായിരുന്നു 2 കോഴ്സ് ആന്റിബയോട്ടിക് കഴിച്ചിട്ടാ മാറിയത്, അല്ലെ? അതൊക്കെ നിർത്തണം. See, our human body is very versatile. നമ്മുടെ ബോഡിക്ക് ഹീൽ ചെയ്യാനുള്ള മെക്കാനിസം അകത്ത് വെച്ചിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആൻഡ് വി ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ദാറ്റ് എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് ആന്റിബയോട്ടിക്കും മരുന്നും കഴിച്ച് ശീലിച്ചിട്ട് നാളെ ഒരു അസുഖം വരുമ്പോൾ ഞാനിതൊന്നും കഴിക്കില്ല, ഐ എം ഗോയിങ് ടു ചേഞ്ച് മൈ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് മൈ ഹെൽത്ത് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യുവർ ബോഡി ഹാവ് ഓൾറെഡി ഫെയിൽഡ് ആൻഡ് ഇറ്റ്സ് അറ്റ് റിസ്ക്. സോ ഇവിടെയാണ് ജുഡീഷ്യൽ തിങ്കിങ്ങിന്റെ ആവശ്യം. സ്ലോ ട്രാൻസ്ഫോർമേഷൻ, ബട്ട് ട്രാൻസ്ഫോർമേഷൻ ഇസ് വെരി എസെൻഷ്യൽ. അതുപോലെ തന്നെയാണ് ലിവിങ് ഇൻ എൻ അസെപ്റ്റിക് വേൾഡ്. നമ്മൾ മണ്ണിൽ കളിച്ച പോലെ ഇപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ മണ്ണിൽ കളിക്കാൻ വിടുന്നില്ല. സംടൈംസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഓൾസോ. എന്ത് പറ്റും? എല്ലായിടത്തും വി ആർ ഹൈലി നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഓവർ സാനിറ്റൈസ്ഡ്. ദയവ് ഇത് കേട്ടിട്ട് നാളെ തൊട്ട് സാനിറ്റൈസർ ഉപയോഗിക്കാതെ വരരുത്. ബിക്കോസ് ദിസ് ഇസ് പാൻഡമിക്, ദിസ് ഇസ് സംതിങ് സ്പെഷ്യൽ. സോ ബട്ട് ഇൻ ജനറൽ ഹാർമണി വിത്ത് എൻവയൺമെന്റ്, ഇതെല്ലാം മണ്ണിൽ കളിക്കുന്നതോടെ, ചെളി കളിക്കുന്നതിലൂടെ, പുറത്തിറങ്ങുന്നതോടെ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആയിട്ട് ഡീൽ ചെയ്യുന്നതോടെ എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഈ മൈക്രോബയോട്ടെ നമ്മൾ അകത്ത് കൊണ്ടുവരാണ്. സോ ലിവിങ് ഇൻ ആൻ അസെപ്റ്റിക് എൻവയൺമെന്റ് ക്യാൻ സ്ക്യൂ ദ റേഷ്യോസ് ഓഫ് ദ gut microbes. Human body is versatile. It will try hard to come back, but ultimately it can fail. Prebiotic foods, the foods that can stimulate the bacteria, like foods rich in dietary fiber, and probiotic food that has some bacteria in it, favorable bacteria present in it. എന്താണ് നമ്മുടെ തൈര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫെർമെന്റഡ് പ്രോഡക്ട്സ്. ഇതിലൂടെയൊക്കെയാണ് നമ്മുടെ ബാക്ടീരിയൽ ഡൈവേഴ്സിറ്റി നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടത്. ആൻഡ് വി ഷുഡ് ദസ് റെസ്യൂം ദ മാൻ മൈക്രോബയോം റിലേഷൻഷിപ്പ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? വാട്ട് ആർ അവർ എത്തിക്കൽ ആൻഡ് ഇമോഷണൽ റെസ്പോൺസിബിലിറ്റീസ് റിഗാർഡിംഗ് ഫുഡ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഫുഡ് യൂസ് പാറ്റേൺ ഇൻ ദിസ് era of the pandemic? We should actively search for a healthier dietary shift. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, വി ആർ നോട്ട് ഡൂയിങ് ഹെൽത്തി, ഇൻക്ലൂഡിങ് മീ. ഞാൻ നല്ല തിരക്കുള്ള ഒരു PhD ചെയ്യുന്നു, ഒരു പ്രോജക്റ്റിൽ റിസർച്ച് അസോസിയേറ്റ് ആണ്, 2 കുട്ടികളുണ്ട്, വർക്കിംഗ് ഹസ്ബൻഡ് ഉണ്ട്, വീട്ടിൽ മെയ്ഡില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിൽ ബി സ്ട്രെസ്ഡ്. ആൻഡ് വെനെവർ ഐ എം സ്ട്രെസ്ഡ് ഐ ഗോ ആൻഡ് ഈറ്റ് എ ലോട്ട് ഓഫ് ഷുഗർ റിച്ച് തിങ്സ് ഓർ കാർബോഹൈഡ്രേറ്റ് തിങ്സ്. ആൻഡ് വെൻ ഐ വർക്ക് ഇൻ ദ നൈറ്റ്, ഓവർ നൈറ്റ് ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ കഴിച്ചോണ്ടേ ഇരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഓൾ ബാഡ് തിങ്സ് ഐ എം ഈറ്റിംഗ്. സോ ഞാൻ ഉൾപ്പെടെ മാറി നിന്നിട്ട് പറയല്ല, in this World Food Day, let's decide that we are going to make a healthy shift to our dietary pattern, and we will look forward very cautiously to avoid any waste that can be a burden. നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ ചെറിയ വേസ്റ്റേജ് can be collectively be a big burden on the environment and the food security and sustainability of the world. We shall start to use the local and seasonal produce. നമ്മുടെ വീടിന്റെ ചുറ്റും 6 അടി വീതിയും 2 ഇഞ്ച് വീതി, 6 അടി നീളവും 2 ഇഞ്ച് വീതിയുള്ള ചെറിയൊരു മണ്ണിന്റെ സ്ട്രിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ വി ഹാവ് പ്ലാന്റഡ് പ്ലാന്റ്സ്. കുറച്ച് നാളെ, ഒരു 6 മാസം ഇവിടെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് വി ഹാവ് ഓൾറെഡി പ്ലാന്റഡ് ദം. നമുക്ക് ഓരോരുത്തർക്കും പറ്റില്ലേ? ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് വീട്ടിന്റെ അകത്ത്. പ്ലാന്റ് അവർ ഓൺ തിങ്സ്, ഈറ്റ് ഡൈവേഴ്സിഫൈഡ് ഫുഡ്, ഗ്രോ അവർ ഓൺ ഫുഡ്. ഇത് കാണുന്ന എന്റെ 2 മക്കളാണ് കേട്ടോ. സോ വി ഷുഡ് ബി we should have an emotional responsibility to our future generation and ethical. So that's why this theme of the World Food Day and Food and Agriculture of the Organization of the United Nations have said our actions are our future. WHO recommendation is 400 gram fruits and vegetables per person per day. ഇതെല്ലാം അച്ചീവ് ചെയ്യണമെങ്കിൽ we should come forward. Let this be a win-win situation for both of us. Listen to your gut, feed your microbes, change your diet, sustain together. Thank you.
Thank you, Navomy, for the presentation. If anyone asks any questions, you can put it in the chat box. Otherwise, you can unmute your mic and you can ask. It is better to put it in the chat box. Yes, madam. പറയൂ. വെജിറ്റേറിയൻ ഫുഡാണോ നോൺ വെജിറ്റേറിയൻ ഫുഡാണോ മനുഷ്യനെ പ്രിഫർ ചെയ്യേണ്ടത്? നമ്മളിപ്പോ പറഞ്ഞനുസരിച്ച് വെജിറ്റേറിയൻ ഫുഡിലാണല്ലോ ഫൈബർ കൂടുതലുള്ളത്. അതെ, നമ്മൾ ആ ഫുഡ് പ്ലാറ്റർ ഒന്ന് നോക്കിയാൽ അറിയാം. ആ ഫുഡ് പ്ലാറ്ററിൽ വളരെ 1/3 കുറവാണ് പ്രോട്ടീൻസിന്റെ ഷെയർ. ആഫ്റ്റർ ദ 1/3 ഷെയർ ഓഫ് പ്രോട്ടീൻസ്, അതിൽ തന്നെ പ്രോട്ടീൻസ് ഡിറൈവ്ഡ് ഫ്രം നോൺ വെജിറ്റേറിയൻ സോഴ്സസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇത് ഏത് പ്രിഫർ ചെയ്യണം എന്നുള്ളതല്ല, ഏതാണ് മോർ സസ്റ്റൈനബിൾ ഓപ്ഷൻ, അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട്, എവിടെ നിന്നാണ് നമുക്ക് ഈ നോൺ വെജിറ്റേറിയൻ സോഴ്സ് കിട്ടുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ഒരു കോഴിയെ എടുത്ത് കഴിക്കുന്നതും, നമ്മൾ ഫുഡ് ഇൻഡസ്ട്രി ഞാൻ ഒരിക്കലും എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് ഐ ആം എ ഫുഡ് സയന്റിസ്റ്റ് ആൻഡ് ഐ ഹാവ് വർക്ക് ഫോർ ഫുഡ് ഇൻഡസ്ട്രി. പക്ഷേ സസ്റ്റൈനബിലിറ്റി ഒരു കീ ഫാക്ടറാണ് കേട്ടോ. പിന്നെ കഴിയുമെങ്കിൽ പ്ലാൻ പ്രോട്ടീൻസ്, അതായത് ഈ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോമ്പൗണ്ട്സ് ഉണ്ട്, അത് പ്ലാൻ പ്രോട്ടീൻസ് ഉണ്ടാവുന്നതാണ് മോർ സേഫർ കമ്പയർഡ് ടു ആനിമൽ പ്രോട്ടീൻസ്. ബട്ട് ആനിമൽ പ്രോട്ടീൻസ് ആർ മോർ ബയോ അവൈലബിൾ, അങ്ങനെ ഒരു കാര്യമുണ്ട്, ഈസിലി അവൈലബിൾ ടു ദ ബോഡി. സോ ഇറ്റ്സ് ലൈക്ക് എ ബാലൻസ്. അതാ ഞാൻ പറഞ്ഞ, പണ്ട് എന്താണ് നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്നതെന്ന് ചിന്തിച്ചാൽ അറിയാം. The frequency that we take animal proteins, try to reduce it. We are what we eat എന്ന് പറയില്ലേ? Okay, thank you. Thank you for the question. Any other questions? സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്ത് ചോദിക്കാം. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. എന്ത് വേണം ചോദിച്ചോട്ടോ, എനിക്ക് ഉത്തരം അറിയണമെന്നില്ല. ബട്ട് we can discuss. I love discussing anything related to plant science or food science. മാം, എന്ത് വെജ് ഡയറ്റ് മാത്രം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പൊ നോൺ വെജ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോഷകക്കുറവ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും? അങ്ങനെ അതായത് ചില ബി വൈറ്റമിൻസ് അനിമൽ പ്രോട്ടീനിലൂടെ കിട്ടൂ എന്നുള്ളതുണ്ട്. ബട്ട് സ്റ്റിൽ സം പ്രോബയോട്ടിക് ഫുഡ്സ്, അതായത് നമ്മുടെ ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ഫെർമെന്റഡ് ഫുഡ് ക്യാൻ സപ്ലിമെന്റ് ദാറ്റ്. ഓഫ് കോഴ്സ് ഒരു ചെറിയ ഒരു ലാഗ് ഉണ്ടാവുന്ന ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചുറ്റും നോക്കിയാൽ നമുക്കറിയാം, ഇപ്പൊ ഒത്തിരി പേര് വീഗൻ ആൻഡ് വെജിറ്റേറിയനിസത്തിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് അഫക്റ്റിംഗ് ദം ഹെവിലി, അല്ലെ? പിന്നെ ഫുഡ് ഒരു ഇമോഷണൽ ഇതായതുകൊണ്ട് ഞാൻ എന്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഐ ഹാവ് ബീൻ എ വെജിറ്റേറിയൻ ഫോർ ഓൾമോസ്റ്റ് എൻ ഇയർ. ആൻഡ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ വി സ്റ്റാർട്ട് അപ്രീഷിയേറ്റിംഗ് ദ റിയൽ ടേസ്റ്റ് ഓഫ് വെജിറ്റേറിയൻ ഫുഡ്. പക്ഷെ പിന്നെ എന്നിട്ട് ആഫ്റ്റർ 1 ഇയർ നോൺ വെജ് ഫുഡ് ഇറ്റ് വാസ് നോട്ട് അപ്പീലിംഗ് ടു മീ. ബട്ട് സ്ലോലി അത് കഴിച്ചു തുടങ്ങിയോടെ ഇപ്പൊ എനിക്ക് നോൺ വെജിനോട് ചായവായിപ്പോയി. ആൻഡ് നൗ because I got this wonderful opportunity to interact with you, and again I have decided that we should practice what we preach at least. അപ്പം ഇന്നിപ്പം നമ്മൾ സംസാരിച്ചത് വെച്ചിട്ട് ഞാനെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് I have decided it that I will change my dietary habit. ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ഡെയിലി ഡയറ്റ് പറഞ്ഞു തരാമോ? ഡെയിലി ഡയറ്റ് നമ്മുടെ കോണ്ടസ്റ്റിൽ നോക്കുകയാണെങ്കിൽ വി ഹാവ് ദ ബെസ്റ്റ് ഓഫ് ദ ഫുഡ്സ്. രാവിലെ ഇഡ്ലി ഈസ് നൗ കൺസിഡർഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ്സ് ഇൻ ദ വേൾഡ്. ഇഡ്ലി മാത്രമല്ല, നമ്മുടെ എന്ത് പുട്ടെടുത്താലും, പുട്ടും പയറും അല്ലെങ്കിൽ പുട്ട് കടല അങ്ങനെയുള്ള ഫുഡ്. ഇതിന്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പോർഷൻ സൈസും കൂടെയാണ് കേട്ടോ. എത്ര കുറ്റി പുട്ട് കഴിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഇത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ളത്. സോ ഒരു കാർബോഹൈഡ്രേറ്റ് പൾസ് വെജിറ്റബിൾ കോമ്പിനേഷൻ ഇൻ ദ മോർണിംഗ്, ഉച്ചയ്ക്ക് നമ്മുടെ ചോറും ഇപ്പൊ നമ്മൾ കാണിച്ച പോലത്തെ കറികളും, വൈകിട്ട് ചായ. വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് യുനോ. മിൽക്കിനെ കുറിച്ച് എനിക്ക് കുറച്ചൊരു അത്രയ്ക്ക് നല്ലതല്ലാത്തൊരു അഭിപ്രായമുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം മിൽക്ക് ഈസ് കൺസിഡർഡ് ആസ് എ വെരി ഗുഡ് ഫുഡ്.
പക്ഷേ കംപ്ലീറ്റ് ഫുഡ്. പക്ഷേ സ്റ്റഡീസ് ഷോ ദാറ്റ് മിൽക്ക് ക്യാൻ കോസ് സം ഇൻഫ്ലമേഷൻ റെസ്പോൺസസ് ഇൻ യുവർ ബോഡി. അതുകൊണ്ട് മിൽക്കിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുക ബ്ലാക്ക് ടീ തന്നെയായിരിക്കും. ബിക്കോസ് ഓഫ് ഓൾ ദ ആന്റി ഓക്സിഡന്റ്, എപ്പിഗാലോ കാറ്റച്ചിൻഗാലൈറ്റ്, ഈ അങ്ങനെയുള്ള ആന്റി ഓക്സിഡന്റ് ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ്. പിന്നെ അതുപോലെ ഈ രാത്രി ലൈറ്റ് ആയിട്ട് നമ്മൾ സാധാരണ തുടരുന്ന ഫുഡ് ഇസ് ഗുഡ് ഇനഫ് ഫോർ അസ്. കഞ്ഞിയും പയറും ചമ്മന്തി അങ്ങനെയുള്ള സാധനങ്ങളായിട്ട്. പിന്നെ വേറൊരു കാര്യം നമ്മളുടെ ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് അൺഹെൽത്തി ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്സ് നോക്കുമ്പോൾ നമുക്കറിയാം നല്ലെണ്ണ റൂം ടെമ്പറേച്ചർ ഇറ്റ്സ് ലിക്വിഡ് അല്ലെ, വെളിച്ചെണ്ണ റൂം ടെമ്പറേച്ചർ ഇറ്റ്സ് ലിക്വിഡ്. പക്ഷേ ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ് ഇറ്റ്സ് സോളിഡ്. ആംബിയൻ ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ടുള്ള ഈ എണ്ണ എങ്ങനെയാണ് നമ്മുടെ വയറ്റിന്റെ അകത്ത് ചെന്നാല് അത് യുനോ വി ഹാവ് ടു തിങ്ക് ഹൗ അവർ ബോഡി ഈസ് ഗോയിങ് ടു കോപ്പ് വിത്ത് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് സെലക്ട് യുവർ സോഴ്സസ് അക്കോർഡിംഗ്ലി, വൈസ്ലി. പോർഷൻ സൈസ്, ഡിസൈൻ യുവർ പോർഷൻ സൈസ് വൈസ്ലി. ഗെറ്റ് ആക്റ്റീവ്. ഇതൊക്കെ ഒരു മൾട്ടി ഫേസറ്റഡ് തിങ് ആണ്. അതായത് ഒരു കാരണം കൊണ്ടല്ല നിങ്ങൾക്ക് ഒരു അസുഖം വരുന്നതോ നിങ്ങളുടെ ലോഞ്ചിവിറ്റി കുറയുന്നതോ ആരോഗ്യം കുറയുന്നതോ. ഇറ്റ് കണ്ടെയ്ൻസ് ജെനറ്റിക്സ്, ഇറ്റ് കണ്ടെയ്ൻ ദ സിസ്റ്റംസ് ദാറ്റ് വി ഫോളോ. അങ്ങനെ ഒരു മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. ഇഫ് വി കീപ് അവർ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ ആൻഡ് ഇഫ് വി ബീങ് തോട്ട്ഫുൾ, നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ മാനേജ് ചെയ്യാം. One more question. Physical activities ഫുഡിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇറ്റ്സ് ആസ് ഇമ്പോർട്ടന്റ് ഓർ ഐ ഷുഡ് സേ മോർ ഇമ്പോർട്ടന്റ്. കാരണം നമ്മളുടെ ഒരു ഇതനുസരിച്ച് സത്യം പറഞ്ഞ ദിവസം 2 നേരം ഭക്ഷണം കഴിക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് പറയുന്നത് അല്ലെ. വിദ്യാർത്ഥി ലക്ഷണം അതാണെന്നാണല്ലോ പറയുന്നത്. അപ്പോ അല്പാഹാരം, അതുപോലെ 2 നേരത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവൻ രോഗിയാണെന്നും നമ്മൾക്കൊരു ചൊല്ലുണ്ട്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി മോശമാണെങ്കിൽ ദ ഹോൾ ബ്ലഡ് സർക്കുലേഷൻ വിൽ ബി ലോ. ബ്ലഡ് സർക്കുലേഷൻ ലോ ആണെങ്കിൽ digestion will be low. Digestion low ആണെങ്കിൽ we will not absorb all these foods that nutrients that we are eating. So of course physical activity is more important, as important as food. One more question. What are the disadvantages of food additives in our modern food? Food additives, that's a very nice topic. അതായത് ഈ ഫുഡ് അഡിറ്റീവ്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഞാൻ ഫുഡ് ടെക്നോളജിസ്റ്റ് ആണല്ലോ. ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനീസ് ഇൻ സൗത്ത് ഇന്ത്യയുടെ ഒരു മേജർ മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായത്. ഞാൻ എന്റെ മൈ കമ്പനി വാസ് ഗുഡ് എമംഗ് ദ മെനി അതേഴ്സ്. പക്ഷേ ടു മേക്ക് ദിസ് പ്രോഡക്റ്റ് ഷെൽഫ് സ്റ്റേബിൾ, അപ്പീലിംഗ് ടു ദ ഐസ്, ക്യാച്ചി ആൻഡ് അത് നമുക്ക് ഈസി ടു കൺസ്യൂം ഫോമിലാക്കാൻ വി നീഡ് മാങ്ങ. നമ്മുടെ മാംഗോ ജ്യൂസ് എടുത്താൽ യൂഷ്വലി മാംഗോ ഡ്രിങ്ക്സ് കണ്ടെയ്ൻ 10% ഓഫ് ദ ഫ്രൂട്ട്. 10% ഉള്ളൂ. പക്ഷെ 10% നമ്മളൊരു മാങ്ങ എടുത്തിട്ട് മാങ്ങ ചാറെടുത്ത് ബാക്കി 90% വെള്ളം ഒഴിച്ചാൽ അതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് ഈ പാക്കറ്റിൽ കിട്ടുന്ന കൺസിസ്റ്റൻസി ഇസ് വെരി ഡിഫറെന്റ്. ഇത് എന്തുകൊണ്ടാണ്? വി ഡു സംതിങ് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് എ കൺസിസ്റ്റൻസി. ഒരു 50% 60% മാംഗോ ജ്യൂസ് കുടിക്കുന്ന പോലത്തെ അനുഭവം ഉണ്ടാക്കാൻ പറ്റും. അവിടെ അത് ദാറ്റ് വി അച്ചീവ് ബൈ ഫുഡ് അഡിറ്റീവ്സ്, എമൽസിഫയേഴ്സ്, സ്റ്റെബിലൈസേഴ്സ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ദീസ് കോമ്പൗണ്ട്സ്, ഓൾ ദീസ് ഫുഡ് അഡിറ്റീവ്സ്, അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, എത്ര ഇടണമെന്ന് തീരുമാനിക്കുന്നത് based on the final texture of the product and also based on one more thing, that is the amount is decided by something called GRAS, generally recommended as safe. All food additives adine nammal parayunnathu generally recommended as safe, and this is quantified as a gram per kg body weight for a person, for an adult human being. Adha itra gram itra kilo per kg weight of a human being. This is generally recommended as safe. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ we should note it. പൊതുവെ സേഫ് ആണെന്ന് പറയപ്പെടുന്ന ഒരു സാധനം. That means അത് അധികമായി കഴിഞ്ഞാൽ it can have an impact in our food system. So be very cautious about the additives. അത് കുറച്ചൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഹ്യൂമൻ ബോഡി വെർസറ്റൈൽ ആയതുകൊണ്ട് we will overcome, body will reject it, expel it. വേണ്ടാത്തതൊക്കെ ബോഡി കളഞ്ഞിരിക്കും. പക്ഷെ പ്രശ്നം വരുന്നത് ഏതെങ്കിലും ഒരു സിസ്റ്റം ഫോൾട്ടി ആയി തുടങ്ങുമ്പോഴാണ് പതുക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഒരു സിസ്റ്റം ആദ്യം CVD വരുന്ന ആള് കുറച്ച് കഴിയുമ്പോൾ അയാളുടെ ലിവർ വിൽ ബി ഗോൺ. ആഫ്റ്റർ സം ഇയേഴ്സ് ഹിസ് കിഡ്നീസ് വിൽ ബി ഗോൺ. എന്തുകൊണ്ടാണ്? ഓവർ ബർഡൻഡ് ആവുകയാണ് ബോഡി. അപ്പം എന്തും ആവശ്യത്തിനാണെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ഓക്കെ, ബട്ട്
അധികമായി കഴിഞ്ഞാൽ our body can't tolerate, body swelling പറയും. Okay. One more question. Can you please speak about coffee and tea addiction? കോഫി ആൻഡ് ടീ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കോഫി ആൻഡ് ടീ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില കോമ്പൗണ്ട്സിനോട്, ചില ന്യൂറോ ട്രാൻസ്മിറ്റർ, ഫുഡും ഹാപ്പിനെസ്സും ആയിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുഡിന്ന് സം അമിനോ ആസിഡ്സ് or some foods can make our gut microbes produce some compounds, neurotransmitters like epinephrine, norepinephrine, serotonin, ഇതെല്ലാം അല്ലെങ്കിൽ tryptophan, an amino acid in food, ഇതെല്ലാം നമ്മളുടെ ബ്രെയിനിനെ അഫക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സന്തോഷമായിട്ടിരിക്കാനാണ് ഇഷ്ടം അല്ലെ? അപ്പൊ സ്ലോലി അവർ ബ്രെയിൻ നീഡ് സംതിങ് ലൈക്ക് ദിസ് ടു നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു നല്ല സ്റ്റേറ്റിൽ ഇരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ പാസ് ഔട്ട് ആവുന്നത്? എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ബോധം കെട്ടി വീഴുന്നത് ബ്രെയിനിന്റെ എസ്കേപ്പിസം ആണ്. സോ ബ്രെയിൻ നീഡ് ടു ബി ഹാപ്പി ഓൾവേസ്. അതുകൊണ്ടാണ് വി ഗെറ്റ് അഡിക്ഷൻ ടു സം തിങ്സ് ലൈക്ക് ദിസ് കോഫി ഓർ ടീ. പക്ഷെ ഇതൊക്കെ നമ്മളൊന്ന് വിചാരിച്ചാൽ ഈസിലി ഓവർകം ചെയ്യാവുന്ന അഡിക്ഷൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കൂടുതൽ ഇനി അതിന്റെ കോമ്പൗണ്ട്സ്, ബയോകെമിസ്ട്രിയെ കുറിച്ചൊക്കെ പറയുന്നത് ബോറായിരിക്കും എനിക്ക് തോന്നുന്നു. മേ ബി യു ക്യാൻ റീഡ്. One more question. Can you find any connection between food and skin problems like eczema? What type of food creates these problems? Okay, ഞാൻ ഇന്ന് അത് എവിടെയോ വായിച്ചതായിരുന്നല്ലോ. വൈറ്റമിൻ ഇ പ്രൊഡക്ഷൻ, അതായത് മെനി ഫുഡ്സ് ക്യാൻ പ്രൊഡ്യൂസ് വൈറ്റമിൻ ഇ, വിച്ച് ഈസ് വൈറ്റമിൻ ഇ അറിയാലോ, സ്കിന്നിന് നല്ല സാധനമാണ്. ഞാൻ എവിടെയോ എവിടെയാണെന്ന് വിട്ടുപോയി ഞാൻ. ഈ എക്സിമയെ കുറിച്ച് പറയുമ്പം ഫുഡ് മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യമുണ്ട്. അതായത് റീസെന്റ് ഡോക്ടേഴ്സ് ആർ സെയിങ് ദാറ്റ് വെൻ യു ഹാവ് സം ശ്വാസകോശ സംബന്ധമായ ആസ്മാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ സ്കിൻ പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ട് കാണാം. അവരുടെയും ഡ്രൈ സ്കിന്നും ഒരു എക്സിമ പ്രോൺ സ്കിന്നും ആണെന്ന് ഞാൻ ഈ അടുത്ത് വായിച്ചിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഓയിൽസ് ആർ റിയലി നെസസറി ഫോർ us. ഓയിൽസ് ആർ നോട്ട് ബാഡ് ഫോർ us. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫുഡിലുള്ള ഓയിൽസ് അല്ലെങ്കിൽ വൈറ്റമിൻ ഇ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ്, ഇതെല്ലാം നമുക്ക് ഇറ്റ് ഗീവ്സ് us ഗുഡ് സ്കിൻ. പിന്നെ എക്സിമയ്ക്ക് ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളുണ്ട്. ജെനറ്റിക്സ് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. പിന്നെ നമ്മുടെ സം ജീൻസ് ആർ എക്സ്പ്രസ്ഡ് വെൻ സം ഫേവറബിൾ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആർ ദർ. അപ്പം ഇങ്ങനെ ഒരു മൾട്ടി ഫേസറ്റഡ് ആണ്. ബട്ട് ഓഫ് കോഴ്സ് ഇഫ് യു ഹാവ് എ ഗുഡ് ഫുഡ്, ഹൈഡ്രേറ്റഡ് ബോഡി, അതിനെ മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. Okay, one more question. How the junk food affect the mental health? ഓക്കെ, ഇത് ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തുള്ള കമ്പോണൻസ് ആണ് അതിനെ ജങ്ക് ആക്കുന്നത്. ഒന്ന്, വൈറ്റമിൻസും മിനറൽസോ അങ്ങനെയുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇല്ലാതെ ജങ്ക് കലോറീസ് തരുന്നു. ജങ്ക് കലോറീസ് എന്താവുന്നു? ശരീരത്തിൽ പോയിട്ട് എക്സ്ട്രാ കലോറീസ് ദാറ്റ് ആർ നോട്ട് യൂട്ടിലൈസ്ഡ്, അത് നമ്മുടെ ഫാറ്റിൽ, ലിവറിൽ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. രണ്ട്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന അൺഹെൽത്തി ഫാറ്റ്, പ്രോസസ്ഡ് ചീസ് ഒരു നല്ല സാധനമാണ്, നാച്ചുറൽ ചീസ്. ബട്ട് ജങ്ക് ഫുഡിൽ എപ്പോഴും പ്രോസസ്ഡ് ചീസ് ആയിരിക്കും. മൂന്ന്, ജങ്ക് ഫുഡ് ഉണ്ടാക്കുന്ന രീതിയാണ്. അതായത് ഓയിൽ ഓവർ ഹീറ്റിംഗ്. അവിടെയാണ് when I say coconut oil is good for us, coconut oil we can't overheat it. അല്ലെങ്കിൽ ഓവർഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇറ്റ് ഈസ് ഓവർ ഹീറ്റഡ്. ബിയോണ്ട് കോക്കനട്ട് ഓയിലിന്റെ സ്മോക്ക് പോയിന്റ് വളരെ താഴെ. അതായത് ഓയിൽ നമുക്കറിയാം, നമ്മൾ പാത്രം ചൂടാക്കി അതിനകത്ത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എണ്ണ പുകയാൻ തുടങ്ങും. ദാറ്റ് ഈസ് ഹീറ്റ് ഡീകമ്പോസിഷൻ ഓഫ് ദ ഓയിൽ. അത് പിന്നെ ഉണ്ടാവുന്ന മൊത്തം ടോക്സിക് കോമ്പൗണ്ട്സ് ആണ്, അവിടെ അൺഹെൽത്തി കോമ്പൗണ്ട്സ് ആണ്. അപ്പം ഈ നമ്മൾ ജങ്ക് ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓയിലുകളുടെയൊക്കെ സ്മോക്ക് പോയിന്റ് വളരെ ഉയരത്തിലായതുകൊണ്ട് നമ്മൾ അറിയില്ല ഇത് ഓവർ ഹീറ്റഡ് ആവുന്നത്. കണ്ടിട്ടുണ്ടാവില്ല, ഓയിൽ ബ്ലാക്ക് കളർ ആയിട്ട് കിടക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം ഈ പ്രോസസിങ് കണ്ടീഷൻ, ഇതെല്ലാമാണ് ഇതിനെ ബാഡ് ആക്കുന്നത്. എന്ത് പറ്റും? ഇങ്ങനെയുള്ള ടോക്സിക് കമ്പോണൻസ് ഉള്ള ഓയിൽ അകത്ത് ചെല്ലുന്നതും ഹൈലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിൽ അകത്ത് ചെല്ലുന്നതും എല്ലാം എന്തിനെ അഫക്ട് ചെയ്യും? നമ്മുടെ ഗട്ട് മൈക്രോഫ്ലോറെ അഫക്ട് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി ദ പ്രൊഡക്ഷൻ ഓഫ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതെല്ലാം ബാധിക്കും. അതുകൊണ്ടാണ് ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ചൈനീസ് റെസ്റ്റോറന്റ് സിൻഡ്രോം കേട്ടിട്ടില്ലേ? ബിക്കോസ് ഓഫ് ദ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. അതുപോലെ തന്നെ
കഴിച്ച് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും. അതെന്തുകൊണ്ടാണ്? ഈ നമ്മുടെ ബാക്ടീരിയ കാൺട്ട് കോപ്പ് വിത്ത് ദം. അതുകൊണ്ടാണ്. Okay, there are so many questions in the chat box, പക്ഷേ നമുക്ക് ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണതിന് മുമ്പ് സാവിത്രീനെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായിട്ട് ക്ഷണിച്ചു കൊടുക്കുന്നു. One more question, please. Okay. മാഡം, ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് കേട്ടിട്ടില്ലേ? ലാക്ടോസ് ഇൻടോളറൻസ്, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ലാക്ടോസ് ഇൻടോളറൻസ് സാധാരണഗതിയിൽ ഇതൊരു ജനറ്റിക് പ്രശ്നം കൂടിയാണ്. 2 തരത്തിൽ കണ്ടുവരുന്നുണ്ട്. ഒന്ന്, ഉണ്ടാവുമ്പോൾ ജന്മന ലാക്ടോസ് ഇൻടോളറന്റ് ആയിട്ടുള്ള ആളുകൾ. 2, ഓവർ ദി ഇയേഴ്സ് ഒരു 10-35 വയസ്സാകുമ്പോൾ സഡൻലി ദേ സ്ലോലി ഡെവലപ്പ് ലാക്ടോസ് ഇൻടോളറൻസ്. അങ്ങനെയുള്ളവർക്ക് 2 അപ്രോച്ചാണ് ഉള്ളത്. ഒന്ന് ലാക്ടോസ് ഇല്ലാത്ത ഫുഡ് കഴിക്കുക. 2, എക്സ്റ്റേണലി എൻസൈംസ് ഉപയോഗിച്ച് ലാക്ടോസിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഫുഡ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കുക. പക്ഷെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇപ്പോഴാണ് ലാക്ടോസ് ഇൻടോളറൻസ് കൂടി വരുന്നത്. എന്റെ തന്നെ ഒരു ഫ്രണ്ട് അറ്റ് ഹെർ 34th ഏജ്, 34 വയസ്സായപ്പോൾ ഷീ സ്റ്റാർട്ടഡ് ലാക്ടോസ് ഇൻടോളറൻസ് ആൻഡ് ഇറ്റ് ഈസ് ബിക്കമിങ് വേഴ്സ്. സോ it's a scientific assumption that there are some other things that are contributing to lactose intolerance. I am seeing many questions. Green tea nalladano, very good because of the epigallocatechin gallate, very highly active antioxidant. Milk, fermented milk products. I will vote for fermented milk products because it's already fermented. Half of the digestion is done there. അങ്ങനെ. പിന്നെ ഇതൊക്കെ വളരെ രസമുള്ള സബ്ജക്റ്റ് അല്ലേ? നിങ്ങൾ സമയം കിട്ടുമ്പോഴെല്ലാം just open some, യൂട്യൂബിലാണെങ്കിൽ പോലും don't see all the junks. I will recommend you to see some good talks or some classes ഇങ്ങനെ ഫുഡിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഫിസിയോളജിയെ കുറിച്ചോ ഒക്കെ ഉള്ള നല്ല നല്ല ആർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പൊ ഈ പ്രസന്റേഷനിൽ തന്നെ സം ആർട്ടിക്കിൾസ്, umpteen number of articles that I have quoted some, അതൊക്കെ വായിക്കുക, നല്ല ടോക്സ് കേൾക്കുക. There are more talks much more better than this. So it's a good thing that നമുക്ക് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കാൻ രസമുള്ള കാര്യമാണ് ഇതൊക്കെ. Okay, thank you. You're welcome. Good evening, participants. On behalf of PG and Research Department of Botany, St. Peter's College, Kolanjeri, I would like to take this moment to present vote of thanks. Firstly, we thank our principal, Dr. Shaju Verghese sir, for joining with us and also for the support provided for us to conduct the webinar. I thank Mrs. Navomy George for spending her valuable time and knowledge with us. She is a sister of Sebi ma'am of Physical Education Department of our college. It was truly an informative session and we enjoyed it. You had done it in a simple and humble way. I hope you will continue to give us support and guidance. Now, I thank all the teachers of our botany department for organizing such a good webinar on these adversities from an eminent person. I also thank all the attendees over here for joining with us today. I hope you guys found the webinar to be informative and entertaining. Once again, a huge thanks to all of you. Thank you. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇത്രയും നല്ലൊരു അവസരം തന്നതിന്, ഈ വീക്കെൻഡ് തുടങ്ങുന്ന സമയത്തും ഇത്രയും പേര് ഇത് അറ്റൻഡ് ചെയ്യാൻ വന്ന് എന്റെ കൂടെ ഇരുന്നതിന്, സച്ച് എ വണ്ടർഫുൾ ഓഡിയൻസ്. താങ്ക്സ് ടു ഓൾ ദോസ് ടീച്ചേഴ്സ് ഓവർ ദർ. പ്രൊഫസർമാരെ ഒത്തിരി ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Plant science is my passion, and especially to Dr. Shaju Verghese sir, the principal of the college, for his very valuable presence. Dr. Sindhu for the coordination, and I have seen Reshma, the co-organizing committee. എല്ലാവർക്കും എൻ്റെ ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദി. I'll be very happy to come to the college and be with you for any എന്ത് ഡിസ്കഷനും. ഇങ്ങനെയുള്ള സയന്റിഫിക് ഡിസ്കഷനിലൂടെയാണ് നമ്മൾ വളരുന്നതല്ലേ, നമ്മുടെ ഭൗതിക മണ്ഡലം വളരുന്നത്. സോ ഐ എം വെരി താങ്ക്ഫുൾ ഫോർ യു all to give such a wonderful opportunity. I'll be glad to be with you. I'll be glad for a face-to-face session. Thank you so much once again. Thank you. And then program ഇവിടെ അവസാനിച്ചിരിക്കുന്നു. Okay, thank you.